ഇന്നത്തെ വീഡിയോ റാന്നിയിൽ നിന്ന് വന്ന ഒരു കുടുംബത്തിനോടൊപ്പമാണ്. ഞങ്ങളുടെ അടുത്ത് വന്ന ഒരു നല്ല കുടുംബം. എൻ്റെ കൂടെ പഠിപ്പിച്ച ആളാണ് നമ്മുടെ കൊച്ചിൻ ഇവരില്ലേ കലാഫാൻ, ആബേലച്ചൻ. ഇവർ രണ്ടുപേരും തൊട്ടടുത്തടുത്ത സീറ്റിലിരുന്ന് ജോലി ചെയ്ത ആൾക്കാരാണ്. ദേവഗിരി കോളേജിൽ, കോഴിക്കോട്. പക്ഷേ ഞാനപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് എനിക്കറിയാം ഇത്. അപ്പം ഞാൻ പറഞ്ഞു, ആബേലച്ചനോട് പറഞ്ഞാൽ കലാഭവനിലൊരു ഇത് തരും, പുള്ളി എന്തിനും സമ്മതിക്കല്ല, പുള്ളി അതൊന്ന് വേണ്ടതാണ് പുള്ളി പറയുന്നത്. പുള്ളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവനെ കൂടെ കലാഭവനിലൊന്ന് ഒരു മാസം നിർത്തും, ഇങ്ങനെ ഉണ്ടെന്ന് നോക്കും ഇവൻ്റെ കഴിവ് എന്നൊന്ന് പറയാലോ പുള്ളി. അപ്പം എനിക്ക് തന്നെ പോയി ചോദിക്കാൻ പറ്റിയല്ലോ. പക്ഷെ പുള്ളി പറഞ്ഞില്ല. അതൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞ. അല്ല ഞാൻ പോയി, എനിക്ക് കലാഭവനിൽ പോയി ഞാൻ തകർക്കുമെന്ന് എനിക്കറിയാം, പറഞ്ഞാൽ മനസ്സിലായി. അപ്പം അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പം കാരണവർ കോളേജ് പ്രൊഫസർ ആയതുകൊണ്ട് പുള്ളി കലാപമിമിക്രി ഒന്നും കാണിച്ച് നടക്കണ്ടെന്നുള്ളതാണ് പുള്ളിയുടെ ഒരു തീരുമാനം. അതെ, ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അപ്പൊ ഈ സെറ്റ് സാർ എത്ര വർഷമായിട്ട് ഉപയോഗിക്കാതിരിക്കുക? ഇപ്പൊ ഇതിന്റെ ലൈറ്റ് പോലും കത്തിയല്ല. ഈ 2 വർഷം മുമ്പ് ഒരു ലൈറ്റ് കത്തുവായിരുന്നേ. അത് കഴിഞ്ഞപ്പോ ഇത് പിന്നെ അത് ഓഫായി, മൊത്തം പോയി. ഇത് നമ്മുടെ ഇതില് ഓൺ ആക്കുമ്പോ ലൈറ്റ് എല്ലാം ബ്ലിങ്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അതും ഡെഡായി. പിന്നെ ഇത് അന്നത്തെ കാലത്ത് നമുക്കൊരു നല്ല വോയിസ് എടുക്കാൻ വേണ്ടിയിട്ട് STK IC വെച്ച് ഉണ്ടാക്കിയിരുന്ന സെറ്റാണ്. ആ STK IC എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്റർ തന്നെയാണ്. അകത്ത് കുറെ ട്രാൻസിസ്റ്ററുകൾ ചേർത്ത് ഒരു IC ഉണ്ടായിരിക്കുന്നത്, പവർ ട്രാൻസിസ്റ്റർ. അപ്പൊ ഇതിന്റെ വാട്ട്സിന് വേണ്ടിയിട്ട്, ആംബിയറിന് വേണ്ടിയിട്ട് ആംബിയർ എടുക്കാൻ വലിയ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സാധനം ഇപ്പൊ നമ്മൾ പൊക്കിക്കഴിഞ്ഞാൽ എനിക്ക് പൊക്കന്തല്ല, നല്ല വെയിറ്റ് ആണ്, പൊങ്ങിയത് ഈ സാധനം. അത്ര വലിയ ട്രാൻസ്ഫോമർ വെച്ചാണ് അത്ര ആംബിയർ, ഒരു 10 ആംബിയർ എടുത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കൊരു 10 ആംബിയർ എടുക്കണമെങ്കിൽ ഇതിനകത്ത് 10 ആംബിയർ ഉണ്ട്. അത് ഞാൻ മനസ്സിലായി. SMBS ആണ് ടെക്നോളജി ഭയങ്കരമായിട്ട് മാറി. അന്നൊരു ട്രാൻസ്ഫോമർ വെച്ചായിരുന്നു ഒരു DC അത്ര ആംബിയർ എടുക്കത്തുള്ളായിരുന്നെങ്കിൽ ഇന്നൊരു ചെറിയ പവർ സപ്ലൈ, ഞാൻ ആ പവർ സപ്ലൈ കാണിക്കാം. ചെറിയൊരു പവർ സപ്ലൈ വെച്ച് നമുക്ക് 10 ആംബിയർ എടുക്കാൻ പറ്റും. വരുന്ന അവസാന കാലത്ത് സോണി ഈ സിസ്റ്റം ചെയ്തതിനും SMBS ആക്കിയായിരുന്നു, ഇതാക്കിയായിരുന്നു, ട്രാൻസ്ഫോമർ മാറ്റിയായിരുന്നു. എന്നിട്ട് ഈ ക്ലാസ് D ആക്കിയായിരുന്നു. ക്ലാസ് D ആക്കിയപ്പോൾ മാറ്റേണ്ടി വന്ന. ക്ലാസ് Dക്ക് ട്രാൻസ്ഫോമർ പറ്റിയല്ല, SMBS പറ്റും, നോയ്സ് വരും. ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൽ ഇങ്ങനെ, ഒരു കോയിൽ ഇങ്ങനെ. ഇത് 230 കോയിലാണ്. ഇത് നമുക്ക് ആവശ്യമുള്ള വൈൻഡിങ് ഇങ്ങനെ, ഇത് മുട്ടുന്നില്ല, ഫെറൈറ്റ് കോറെ ചുറ്റിയിരിക്കുക. അപ്പോൾ ഇത് ഒരു ഹമ്മിങ് ഉണ്ടാവും, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു എയർ ഗ്യാപ്പിൽ ഒരു ഹമ്മിങ് വരും. അതാണ് ആ ട്രാൻസ്ഫോമറിന് ഹമ്മിങ് വരുന്നത്. അപ്പോൾ അത് വരാൻ വേണ്ടി ഇൻഡക്ഷനും ഇട്ട് കപ്പാസിറ്ററും ഇട്ട് ഡയോഡും ഒക്കെ ഇട്ട് പ്യുവർ DC ആക്കുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു ഹമ്മിങ് ഉള്ള, അതായത് പ്യുവർ സൈൻ വേവ് അല്ലാത്ത ഒരു DC കറണ്ട് ഡിജിറ്റൽ ആംപ്ലിഫയറുകൾക്ക് പറ്റില്ല. ഇത് മറ്റേതിനും കോപ്പുകയും ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനും ഒക്കെയാണ്. എന്നാലും പലതിനും മൂളിച്ചൊക്കെ വരും. ഇതുവരെ ഒത്തിരി ഫിൽറ്ററുകളൊക്കെ ഇട്ടാണ്, ഒത്തിരി സ്റ്റേജസ് കഴിഞ്ഞാണ് ഇത് ഒട്ടും ഫിൽറ്റർ ചെയ്തെടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കണ്ടമാനം ബോർഡും സർക്യൂട്ടും ചെയ്തിട്ടുണ്ട് ഈ ഹമ്മിങ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഈ സ്പീക്കറൊക്കെ ഹൈ ക്വാളിറ്റി സ്പീക്കർ, ഇതൊക്കെ ജപ്പാൻ്റെ പഴയ സ്പീക്കറാണ്. ഇതൊക്കെ ഇത്രയും ചെറുതാണെങ്കിൽ പോലും ഇതിൻ്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരിക്കും. വലിപ്പത്തിലൊന്നും കാര്യമില്ല. അപ്പോൾ ഈ 2 സ്പീക്കറിന് നമുക്ക് 2 TV21 ഒന്നും കൊടുത്ത് നോക്കാൻ വേണം. നമുക്ക് കൊടുത്തു. എനിക്ക് അതുപോലെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്, ഭയങ്കര ഇതുള്ളതുകൊണ്ട്, മ്യൂസിക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സിസ്റ്റം മേടിച്ചത് തന്നെ. ഇത് പക്ഷേ ഇത് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്, ഗൾഫിൽ നിന്ന് കൊണ്ട സിസ്റ്റമാണ്. ഇത്ര വർഷം പഴക്കമായിട്ട് കളയണമെന്നൊരു ഇല്ല, കളയരുത്. ഇതൊക്കെ കാശ് കൊടുത്താൽ കിട്ടിയല്ലോ. സ്പീക്കറെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ചേട്ടനൊക്കെ കൊണ്ടുവന്നത്. നോർമൽ പവർ 120 വാട്ട്സ് വരെ ഇതൊക്കെ കൊടുക്കാവുന്നുള്ളൂ. 50 കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ഒരയാതെ തുരുമ്പ് പിടിക്കാതെ ഇരുന്നാൽ മതി സ്പീക്കറെ. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു കുഴപ്പമില്ല. 4 ohms ഇംപെഡൻസ് നല്ല പെർഫോമൻസ് കിട്ടും. 250 വാട്ട്സ് PMBA ഉള്ളൂ, 120 വാട്ട്സ് നോർമലും ഉണ്ട്. നമുക്ക് 50 വാട്ട്സ് എങ്കിലും വേണം, അത്രേ ഉള്ളൂ. ഓക്കെ, സബ്വൂഫർ സോണി വെച്ചു. അല്ലെങ്കിൽ വേറെ കുറഞ്ഞു വരണമുണ്ട്. ഷീറ്റ് ഇത് 2500 രൂപയുള്ളൂ, നല്ലത്. 10 ഇഞ്ച് ബോക്സിനൊരു, എനിക്ക് തോന്നുന്നു അതിന് ബോക്സിലാണ് സെറ്റിന്റെ വില. ഹലോ, നോക്കാം. ഇന്നലെ ഞായറാഴ്ച അല്ലായിരുന്നു, ഞാൻ ഓരോ തിരക്കുകളിലായിരുന്നു. ഓക്കെ, നോക്കാം. ശരി.
ഇത് എത്ര 10 ഇഞ്ചിന്റെ വില ജൻസി? 10 ഇഞ്ചിന്റെ രണ്ടും കൂടെ 5 രൂപ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ബോക്സിന് സ്പീക്കറിന്റെ വിലയാണ്, അതാണ് പ്രശ്നം. അല്ല, അതിന്റെ വേറൊരു കട്ടിങ് ചതുര കട്ടിങ്. അതാ ഓക്കെ. എവിടെയും വെക്കാം. ആൾക്കാർക്ക് ഈ ചിലതിന് അതിനോടൊരു ആഗ്രഹം ഉണ്ടല്ലോ, ഏതാ ഈ റൗണ്ട് വേണമെന്നും. ഇപ്പൊ അത് മാറി എല്ലാവർക്കും സ്ക്വയറിനോടാ താല്പര്യം. ഓരോ ട്രെൻഡാണ്, നമ്മൾ പാഷൻ മാറുന്ന പോലെ. ടബ് കൊടുക്കണ്ട, അത് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് തന്നെ ഇടാം. അപ്പം അതിൻ്റെ യഥാർത്ഥ സൗണ്ട് കിട്ടുള്ളൂ. ഇത് 50 + 50 + 100 കൊടുക്കാം. സബില്ലാതെ നല്ല സൗണ്ട്. ഹലോ, ആ എല്ലാ ബോർഡും അങ്ങനെയാണോ? ഫോണ്. ഹലോ, ഞാൻ കിഷോറാണ്. ഒരു സംശയം ചോദിക്കാനാ. ഇട്ടിട്ടില്ല, വന്നിട്ടില്ല. അതിന്റെ അല്ല, നമുക്ക് എർത്തല്ലാത്ത കണക്ഷൻ ആണെങ്കിൽ നമുക്ക് താഴെ ബോഡിയിൽ നിന്ന് എർത്ത് കൊടുത്താൽ മതിയാ? എർത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെന്നേ. അത് ഓരോ പവർ സപ്ലൈക്ക് എർത്തുള്ള പവർ സപ്ലൈ ആണ് നമ്മൾ എർത്തോട് കൊടുക്കുന്നുള്ളൂ. എല്ലാ പവർ സപ്ലൈക്കും എർത്തില്ല. എർത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലതാ, കൊടുക്കുന്നത് എപ്പോഴും നല്ലതാ. കാരണം എന്തെങ്കിലും ലീക്കേജ് വന്നാൽ ഔട്ടാകാനാണല്ലോ എർത്തുള്ളത്. അപ്പോൾ എർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 100 വാട്ട്സിന്റെ സബ് വൂഫർ ഇല്ല, നമുക്ക് 1800 വാട്ട്സിന്റെ സോണിയുടെ ഒരു സബ് വൂഫർ ഉണ്ട്. അതിന് 5,990 വരും. പിന്നെ വേറെ ഒരു സബ് വൂഫർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഇന്ത്യൻ കമ്പനിയുടെ, അത് 2,500 വരും. അത് 10 ഇഞ്ചാ. ബോക്സിന് വില. അപ്പോൾ രണ്ടും കൂടെ ഒരു ബോക്സിനും അതേ വിലയാണ്. ഇപ്പൊ ബോക്സിന് നല്ല വിലയാണ്. എല്ലാം ചിപ്പൂട്ട് വെച്ചുള്ള ബോക്സ് അല്ലേ. അപ്പോൾ സാധനം ഞാൻ അയച്ചു തരാം, നിങ്ങൾ ഉണ്ടാക്കിച്ചാൽ മതി. ഓക്കെ. മൈക്ക് കണക്ട് ചെയ്യാവുന്നതല്ലേ സാറ് എടുത്തിരിക്കുന്നത്? 6750 അല്ലേ? അത് 2 മൈക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് പ്ലേ അടിക്കുന്ന സമയത്ത് നമുക്ക് മൈക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് മൈക്ക് യൂസ് ചെയ്യാം. ഈ ബ്ലൂടൂത്തിൻ്റെ ഓഡിയോവും സെപ്പറേറ്റ് ആണ്, മൈക്കിൻ്റെ ഓഡിയോയും സെപ്പറേറ്റ് ആണ്. ഓക്കെ. അല്ലാതെ ചുമ്മാ ഇരുന്ന് വർക്ക് ചെയ്യത്തില്ല. ഏതെങ്കിലും ഒരു കണക്ടിവിറ്റിയോടുകൂടിയാണ് മൈക്ക് വർക്ക് ആകുന്നത്. ഫ്രീ കിട്ടിയോ? ഈ വാട്സാപ്പ് പലപ്പോഴും നോക്കാൻ പറ്റാറില്ല, അതാണ് പ്രശ്നം. കുഴപ്പമില്ല കൊടുക്കാം. Attention audience. This is a sound check. Loud sounds ahead. Please prepare yourself. Subkick test. Checking subkick response. Feel the thump.
1750 ഗൂഗിൾ പേ ചെയ്താൽ മതി, അയച്ചു തരാം. എല്ലാം പിടിച്ചിരിപ്പുണ്ട്, ഉപയോഗിക്കാതിരുന്ന് ഇത്രയും വർഷം. ഇപ്പൊ തന്നെ പോയല്ലോ പൊടി. പകുതി പൊടിയും പോയി. അപ്പൊ ഇച്ചിരി ഒരു ദിവസം പാട്ട് പാടുമ്പോ കംപ്ലീറ്റ് നീറ്റ് ആയി. വെറുതെ അല്ല എന്നെ ചുമച്ച എനിക്ക് ശ്വാസം ഇതിനകത്ത് മൊത്തം പൊടി വൃത്തിയായി. ഞാൻ ഓർക്കും ചെയ്തു വന്നപ്പോ ഒരു കുഴപ്പം. പൊടി 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 അടിച്ചു. പൊടി മൊത്തം പോവും. അത് നല്ല ബാസ് അടിക്കുമ്പോഴേ അല്ല പൊടിയായി മൊത്തം മൊത്തം. സബൂഫറും കൂടെ ഒരെണ്ണം കൊടുക്കണോ? മതി, സാറിന്റെ തീരുമാനം. System locked. Main track starting now. Subwoofers ready. System ready. Performance unlocked. പാട്ടിട്ടോ ഞാൻ ഇതിനെണ്ണം കൊടുക്കണം. ഹലോ ഹലോ നിങ്ങൾ എന്നെ എടുക്കോ? എവിടെയാ? എവിടെ? ചെങ്ങന്നൂർ. സാറോ? ഞാൻ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു. സാറേ ഇത് കണക്ട് ചെയ്യേണ്ട കാണിച്ചു തരാവേ. രണ്ടുപേരെയുള്ള സ്ഥാനാർത്ഥികൾ. ഇനിമാര് വലുത് കാശുണ്ടാക്കട്ടെ. വാ, സാറ് കണക്ട് ഷോർട്ട് ആവുകയൊന്നും ചെയ്യണ്ട. പിന്നെ ഇതിന് രണ്ടിനും സബ്ബൂഫറിന് ഇവിടെ ഓഡിയോ ഉണ്ട്. ഇത് 0-ലാക്കിയിട്ട് വെച്ചാൽ മതി. ഓഡിയോ ഫ്രീക്വൻസിയും സബ്ബൂഫറിന്റെ ഇത് രണ്ടും. ഇത് 3 ഇത് മെയിൻ ഓഡിയോ, ഇത് ബാസ്, ട്രിപ്പിള്. അപ്പൊ നമ്മളിത് റൈറ്റ് ചാനല്, ലെഫ്റ്റ് ചാനല്, നേരെ സ്കൂട്ടർ തരാം. അത് കഴിച്ചിട്ട് നേരെ ഞാൻ കൊടുത്തേച്ചാൽ മതി. ഇത് ഷോർട്ടാതെ എന്നേലും വെച്ച് അടച്ചു വിട്ടാലും കുഴപ്പമില്ല. ഇത് നമുക്ക് കേസ് എടുക്കാൻ പറ്റും, കേസിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പഴയ ഒരു രീതിയല്ലേ കേസിൽ പെട്ടി ലൈറ്റും ഒക്കെ വെക്കുന്നത്. ഇപ്പൊ ഇത് സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഇതിപ്പോ എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ മതിയല്ലോ. നമ്മൾ ബ്ലൂടൂത്തല്ല മുഴുവൻ വെക്കുന്നത്, കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ സാധനം എവിടെയെങ്കിലും മാറ്റി ഇതിന്റെ അടുത്തോ മണ്ടയിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി. എടുക്കാം. ഞങ്ങളിവിടെ ചെയ്യുന്നില്ല, കാരണം അതിന് സമയമില്ല. അതാണ് മെയിൻ. അതെങ്ങനെ വേണേലും ആക്കാം. ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുക. ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി സൂക്ഷിച്ചെടുക്കണമെന്നുള്ളൂ. ഇച്ചിരി പശയുള്ളതാ. പറിച്ചാൽ ചിലപ്പോൾ ബോർഡ് കംപ്ലൈന്റ് ആകാം. നമുക്ക് എക്സ്ട്രാ പവർ സപ്ലൈ ഒന്നും കൊടുക്കണ്ട. നേരെ കറണ്ട് കൊടുക്കുക, നേരെ സ്പീക്കർ കൊടുക്കുക, ഉപയോഗിക്കുക. വേറെ ഒന്നുമില്ല. അതെ അതെ അതെ. അവൻ ഇറങ്ങി പൊക്കോളൂ. അല്ല, ഞാൻ ഇത്ര ഉദ്ദേശിക്കുള്ളൂ. ഉപയോഗിക്കാത്തപ്പോൾ വേണേൽ ഒരു ബോക്സിനകത്ത് ഒരിടത്ത് അടച്ചു വെച്ചാലും കുഴപ്പമില്ല. ഉപയോഗിക്കുമ്പോൾ മാത്രം എടുത്ത്. ബ്രഹ്മാണ്ടനായില്ലായിരുന്നു. അടിപൊളി സൗണ്ട് അല്ലേ? ഊപ്പർ വെച്ച് കേട്ടില്ലേ? ഇപ്പൊ ഒരെണ്ണം ചെക്ക് ചെയ്ത് കേൾപ്പിക്കാം.
അതൊരെണ്ണം കണക്ട് ചെയ്തു. ഇത് ഇവർക്ക് വേണ്ടി ഇപ്പോൾ ചെക്ക് ചെയ്തതല്ലേ? അത് വെച്ചു. ഇത് നീ കണക്ട് ചെയ്തു. ഇവരുടെ തന്നെ സെയിം സ്പീക്കറാണ് ഇവിടെ ഇരിക്കുന്നത്. ഊക്കറോട് വെക്കുമ്പോൾ എങ്ങനെ ഇത് ഇടയ്ക്ക് വേറെ കമ്പനികൾ അങ്ങനത്തെ ഓരോ പരിപാടിയായിട്ട് തുടങ്ങിയതാണ്. കിട്ടാനില്ല, നമ്മൾ ഓർഡർ കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്നതാ. അല്ല, ഒറിജിനൽ RMS ആയിരുന്നു ആദ്യം RMS നാഷണൽ പാനാസോണിക്കൊക്കെ 12 വാട്ട്സ് 10 വാട്ട്സ് 5 വാട്ട്സ് എന്നല്ല എഴുതിയിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കൊറിയൻ കമ്പനികൾ വന്നപ്പോഴും ചൈനീസ് കമ്പനികൾ വന്നപ്പോഴാണ് അവർ പീക്ക് മ്യൂസിക് പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് പുതിയ പരിപാടിയായിട്ട് വന്നത്. അപ്പൊ ഇതിപ്പോ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിൽ 20,000 വാട്ട്സ് എന്നൊക്കെ എഴുതി കഴിഞ്ഞു. അതൊക്കെ ചുമ്മാ ചിന്തിക്കും. പക്ഷെ അതെല്ലാം വെറുതെ എഴുതി വെച്ചിരിക്കുന്നു. അതൊന്നുമില്ല. മര്യാദക്കുള്ള ഒരു വാട്ട്സ് 100, 200, 300 അത് കൂടി വാട്ട്സ് ഒന്നും വീടുകളിലില്ല. അങ്ങേറ്റം 400 വാട്ട്സ് ഒക്കെ ഉള്ളൂ. പിന്നെ 1000 വാട്ട്സ് എന്ന് പറഞ്ഞ് സോണി ഇറക്കുന്നുണ്ട് ഒരു സബ് ഊഫർ. പക്ഷെ അത് കുഴപ്പമില്ല. അല്ലല്ല, RMS 1000 എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ 1000 RMS ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ആദ്യകാലത്ത് വന്നിരുന്ന ഇപ്പം എൻ്റെ വീട്ടിലൊരു പഴയ ഇരിപ്പുണ്ട്. അത് 1000 വാട്ട്സിൻ്റെ. അതിന് നല്ല പെർഫോമൻസ് ഉണ്ട്. അത്രയും പെർഫോമൻസ്. അതെ, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. കറുത്ത വരെയുള്ള നെഗറ്റീവ്. അത് അതുകൊണ്ട് കാണിച്ചു തരാം. കറുപ്പും വെള്ളയുണ്ട്, വെള്ള തന്നെയുണ്ട്, പിന്നെ ചുവപ്പും വെള്ളയുണ്ട്. ഒന്ന് വെളുപ്പ് തന്നെയായിട്ട്, വെളുപ്പ് നെഗറ്റീവും ചുവപ്പും വെളുപ്പും ഉള്ളത്. ഗ്രേ നമുക്ക് ഇതിന്റെ പോസിറ്റീവ്, ബ്ലാക്ക് വരെയുള്ളത് നെഗറ്റീവ്. ഇതേ സെയിം വയറാതിൻ്റെ. ആ വയർ ഞാൻ ആറ്റം ക്ലാവ് പിടിച്ചത് കട്ട് ചെയ്ത് കളഞ്ഞ് ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്, ലെഡ് ഇട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു കടയിൽ പോയി മേടിച്ചോണ്ട് വന്നായിരിക്കും എല്ലാം കൂടെ. അതെ, അതാ മോഡലിനല്ല ഉരുവല. അതാ പാറ്റേൺ അത് സെറ്റ് ചെയ്തിട്ടല്ലേ പണി തുടങ്ങുന്നത്. അതെ അതെ അതെ. കമ്പി ഓ അരിക്കണ്ടേ. അത് കൂട്ട് എത്ര ഇരിക്കുന്ന മേളിൽ കൊണ്ടുപോയ ചേട്ടൻ ഞെട്ടിപ്പോവും. ഇത് അരിക്കാനാണേലും എനിക്ക് മേളിലൊരു 100 ഇരിപ്പുണ്ട്. ആ, ഇവിടെ തട്ടാ തന്നെ ഇരിപ്പുണ്ട് കുറെ. അല്ല, പുള്ളിക്ക് അത് അഴിച്ചൊന്ന് കാണണം, പിന്നെ അതൊന്ന് വീഡിയോയിൽ വരണം എന്നൊരാഗ്രഹം. ഒന്നും കൂടെ പതിയെ. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു വർഷം ഞാൻ വന്ന് ഇതിന്റെ ട്രേ ഓപ്പൺ ആണ്. മെക്കാനിക്കൽ അല്ലേ. പിന്നെ അത് അങ്ങനെ ഇരുന്നു. ഇപ്പൊ എനിക്ക് ഞാൻ TV കണക്ട് ചെയ്തിട്ടേ ഇടയ്ക്കിടയ്ക്ക് നമ്മള് ഇതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഹോം തിയേറ്റർ ആയിട്ട്. TV HDMI കൊടുത്തിട്ടുണ്ട്. TV ഓൺ ആക്കുമ്പോൾ ഓൺ ആകണം, TV ഓഫ് ആകുമ്പോൾ ഓഫ് ആകണം. മോനെ ഇത് ബ്ലൂടൂത്ത് ആപ്പ് എന്നാണ് ഇത് വരുന്നത് കേട്ടോ. ബ്ലൂടൂത്ത് ആപ്പ് എന്നാണ് ഇതിന് വരുന്നത്. ഇത് ആപ്പുള്ള മോഡൽ. അതുകൊണ്ട് പ്ലേ സ്റ്റോറിലില്ലെന്ന് തോന്നുന്നു. ഇത് പുറത്താന്ന് തോന്നുന്നു. പുറത്ത് സെർച്ച് ചെയ്താൽ കിട്ടും. ആ, അത് 790 വാട്ട്സ് RMS ഉണ്ട്. എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാതെ കാശ് മുടക്കണോ? അത് ചെറുതാ. സോണിയുടെ 12 ഇഞ്ച് കൊടുത്താൽ അതിനേക്കാളും നല്ല ഇത് കിട്ടും. ആ 12 ഇഞ്ച് കറക്റ്റ്. ആ സാധനം നമ്മൾ സ്ഥിരം ഇതിന് കൊടുക്കുന്നത്. ആ സാധനമാണ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. ബോക്സിനകത്താക്കിയാ കൊടുക്കുന്നത്. ബോക്സും ഉണ്ട്.
അത് രണ്ടും കൂടെ വരുമ്പോൾ സബ് ഊഫറിന് 5,990 ബോക്സ് 2,990 9,000 രൂപ ആവും. അതാ ഞാൻ പറഞ്ഞു 9 രൂപയുടെ സബ് ഊഫറാണ്. അത് വെച്ചാൽ വേറെ ലെവലാണ്. ഇത് നമ്മുടെ ഇതുപോലത്തെ ചെറിയ സബ് ഊഫറാണ്. സബ് ഊഫർ കട്ട് ചെയ്യാം. ഇപ്പം സബ് ഊഫർ ഇല്ല. കഴിഞ്ഞ ദിവസത്തെ ആ നല്ല സ്പീക്കറാണ്. സബ് ഊഫർ കൊടുക്കാം. എങ്ങനെയുള്ളതാ വേണ്ടേ? വെയിറ്റ് പറഞ്ഞു സ്പ്രേ അടിക്കുന്ന നേരത്തെ അത് നല്ലതല്ലേ? പശയൊക്കെ മുക്കി കഴിയുമ്പോൾ സ്പ്രേ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. അതിന് വെയിറ്റ് ഇല്ല. ആ സബ് ഊഫർ ആ ഇത് വരട്ടെ എന്നാല് 1499 999 വെയിറ്റില്ല. പൊക്കിക്ക് ഒട്ടും വെയിറ്റ്. അടുത്ത തവണ ചെയ്യുമല്ലേ? ആ ബോംബെക്ക് അയക്കാമല്ലോ. ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ ഇത് കഴിഞ്ഞ ജിൻസി എല്ലാം കോപ്പറേറ്റ്. ഈ ക്യാമറയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കഴിഞ്ഞാല് ഇത് ഇവന്മാർ ഈ ബാറ്ററി ഊരാതിട്ടിട്ട് ബാറ്ററി ലീക്ക് ചാർജർ ഉണ്ടോ കയ്യില്? ചാർജർ ഉണ്ട്. ചാർജർ എടുത്ത് ഇവരുടെ ചാർജർ വെച്ചൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. എല്ലാവരുടെയും സംശയമാണ്. അപ്പൊ അവർക്ക് ആൻസർ കൊടുക്കുമ്പോൾ എന്റെ ബാറ്ററി കിട്ടുന്ന ആൻസർ കിട്ടും. ആണോ? ഇത് കിട്ടും. പക്ഷെ ഇത് ലീക്ക് ആയിട്ടുണ്ട്. ഇത് കംപ്ലൈന്റ് അതിനാ നമ്മൾ കൂടുതലും വീഡിയോ പിടിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ബാറ്ററി ലീക്ക് അല്ലത്. ബാറ്ററി കടന്നിട്ട് എനിക്കൊന്ന് പൊട്ടിയതാണോ സംശയം. അല്ലല്ല, ബാറ്ററി ലീക്ക് ആയല്ലേ. ലിഥിയം ബാറ്ററി ഒരു കുഴപ്പമില്ല. ഇതിന് പ്ലാസ്റ്റിക് ഇത് വേറെ എന്തോ സംഭവമാണ്. മനസ്സിലായില്ലേ? ആ കൂട്ടിലിരുന്നിട്ടുള്ള ആ സ്ക്രൂവിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന സംഭവം. അതൊരു കുഴപ്പമില്ല. കണ്ടോ? ഇല്ലല്ല, ബാറ്ററി അത് വരുന്നതെന്ന് വെച്ചാൽ കപ്പാസിറ്റർ ബാറ്ററിക്ക് ഒരു കുഴപ്പമില്ല. കവർ ഉണ്ടായിരുന്നു. ബാറ്ററി ലീക്ക് ആവരുത്. ലിഥിയം ബാറ്ററി ഇതൊരിക്കലും ലീക്ക് ആവത്തില്ല. ഇത് ഉപയോഗിക്കാതിരുന്ന് കേടായി പോകും. ഇടയ്ക്ക് ഉപയോഗിക്കായിരുന്നു. പക്ഷെ ഇവന്മാര് ബാറ്ററി ഊരാതിട്ടിട്ട് ബാറ്ററി ഊരി ഫുൾ ഇത് ബൾജായി പോയി ബാറ്ററി. ഇത് കണ്ടോ? ഇത് മേടിക്കാൻ കിട്ടും. ആ തുണി എടുത്ത് ആ പൊടി തൂത്തിട്ടെ ഒന്ന് കുത്തി ക്ലാരിറ്റി ആയിരുന്നു. ഇത് കാൾസ്യൂസ് ലെൻസാണ്, ജർമ്മൻ ലെൻസാ. സോണിയുടെ ഏറ്റവും കൂടിയ ലെൻസായത്. സിയൂസ് ലെൻസ്. ഇത് ആദ്യം ഇറങ്ങിയ മോഡലാണ് ചേട്ടാ. ഇറങ്ങിയ ആ ഹാൻഡിക്യാം ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള മോഡലായത്. ഞാനിത് എന്തായാലും വിട്ടിട്ടുള്ള അത് പിന്നെ മതിയേ. അത് തുറച്ച് കുത്തി കാണിക്കും. പിന്നെ ഫോറക്സ് ഒപ്റ്റിക്കൽ സൂം. ചേട്ടാ ഇത് കാണിച്ച്. ഇതൊക്കെ കണ്ടിട്ടില്ലാത്ത പിള്ളേരുണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ കഷ്ടപ്പെട്ട് പണ്ടത്തെ സാധനം സൈബർ ഷൂട്ട്
അതിന്റെ നിറമൊക്കെ കണ്ടോ? നല്ല clarity ആ ഇപ്പൊ മൊബൈലെ നമ്മൾ നല്ല ക്ലാരിറ്റി ആണെന്ന് പറയും. ഐഫോൺ 1.5 ലക്ഷം രൂപയുടെ ഐഫോണെ കിട്ടുന്ന ക്ലാരിറ്റി ഇതേ കിട്ടും. അതിലും ബെറ്റർ ക്ലാരിറ്റി കിട്ടും. സൂപ്പർ ക്ലാരിറ്റി ആയിരുന്നു. അത് 14 മെഗാ പിക്സലേ ഉള്ളൂ. എന്തൊരു ക്ലാരിറ്റി ആണ്. ആ ഇപ്പോഴത്തെ 100 മെഗാ പിക്സൽ അതൊക്കെ ചുമ്മാ ഇരുന്നല്ലേ. 14.1 മെഗാ പിക്സൽ സൈബർ ഷോട്ട്. ഏക്കാളും സോണിയുടെ ഓരോ സാധനങ്ങളും സംഭവമായിരുന്നു. ആ ആയിരുന്നു. ഞാൻ ഈ മേടിക്കുന്ന അത് എറിക്സനുമായിട്ട് വിഷയമായി പോയതല്ലേ. സോണി മാത്രം മേടിക്കുന്നത്. അപ്പൊ ഇത് പുറത്തിരുന്നോട്ടെ, ഇനി അകത്ത് വെക്കണ്ട, പുറത്തിരുന്നോട്ടെ. ഈ ബാഗിൽ തന്നെ വെച്ചോ, കളയണ്ട. ഇതൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവരുടെ പിള്ളേരെ കാണിക്കാം. നിങ്ങളെ പിള്ളേരെ കാണിക്കാം. അച്ചാച്ചൻ പണ്ട് ഇതേല മോനെ ഫോട്ടോ എടുത്തോണ്ടിരുന്നത്. പണ്ടാ ടെക്നോളജി മാറി കഴിയുമ്പോൾ അതെ അതെ സംഭവമാണ്. അതെ അതെ ഇത് എഴുതിയില്ലായിരുന്നു സെയിൽ ബുക്കിൽ എഴുതാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആവശ്യമുണ്ട് ചെയ്താൽ മേടിച്ചാൽ പോരെ. ബാറ്ററിക്ക് എനിക്ക് തോന്നുന്നു ഒരു 500 രൂപ 800 രൂപ ഒക്കെ നല്ല ബാറ്ററിക്ക് വരും. എഴുതിയില്ലല്ലോ, അതിനാണ് എഴുതാന്. എൻ്റെ ഇരിപ്പില്ല, ഉണ്ട് ഞാൻ ഇട്ട് നോക്കാൻ. ഇരിക്കുന്നത് ക്യാമറ ഓൺ ആകാൻ വരേണ്ട കാര്യമില്ല, ഓൺ ആകുമായിരിക്കും. ബാറ്ററി ഡെഡ് ആയതാണെന്ന് എന്തൊരു സംശയമുണ്ട്. ബാറ്ററി ലീക്ക് ആയിട്ടില്ല, ബാറ്ററിയുടെ ഒന്നുമില്ല. പിന്നെ അകത്ത് കപ്പാസിറ്റർ ബോർഡ് ഉണ്ട്, ബോർഡിനകത്തുനിന്ന് ഈർപ്പം ഉണ്ടാകും. നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഹ്യൂമിഡിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. അറിയാം, ജനലയിലൊക്കെ വെള്ളം പിടിച്ചിരിക്കുന്ന കാണത്തില്ലേ. ചില ഹോം തിയേറ്ററൊക്കെ, സാംസങ്ങിന്റെ ഒക്കെ ഹോം തിയേറ്റർ തുറന്നു കഴിയുമ്പോൾ അതിനകത്ത് നിറച്ച് വെള്ളം. ആ അപ്പൊ നമ്മൾ അവർക്ക് ഇവര് ഒഴിച്ചതാന്നൊക്കെ ഓർക്കും, പക്ഷെ ഒഴിച്ചതല്ല. ഈ ഭിത്തിയെ വെക്കുന്ന ടിവികൾക്ക് കംപ്ലൈന്റ് കൂടുതലാന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. ഭിത്തിയെ വെക്കുമ്പോൾ ഈ അടുത്തിരുന്നിട്ട് ചൂടായിട്ട് അകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പാനൽ പോവും. പാനൽ കംപ്ലൈന്റ് കൂടുതൽ വരുന്ന അങ്ങനെയാണെന്നൊരു സംസാരമുണ്ട്. ചില ഏരിയകളിൽ കറക്റ്റാണ് താൻ. എല്ലാ ഏരിയയിലും കുഴപ്പം കാണുകയില്ല. നമ്മുടെ വീടിന് ആവശ്യത്തിന് എയർകോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സർക്കുലേഷൻ ഉണ്ടാകും, കുഴപ്പമില്ല. നമ്മൾ വീട് അടച്ചിട്ടിട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ പുറത്ത് വേറൊരു ടെമ്പറേച്ചറും അകത്ത് വേറൊരു ടെമ്പറേച്ചറും വരുമ്പോൾ നമ്മുടെ വണ്ടിയെ വെള്ളം പിടിക്കുന്ന പോലെ പിടിക്കും. മഞ്ഞ് പിടിക്കുന്ന പോലെ പിടിക്കും. അതൊരു നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ അത്. ഹ്യൂമിഡിറ്റി നമുക്കിവിടെ ജീവിക്കാൻ കൊള്ളാവുന്ന കൂടുതൽ ഹ്യൂമിഡിറ്റിയാണ് ഇവിടെ ഉള്ളത്. ആ ഒരു സെക്കൻഡേ കുത്താവുള്ള തേപ്പൊട്ടി പെട്ടെന്ന് ചൂടാവുക. ആ ഒരു സെക്കൻഡേ കുത്താവും. ഇനി കൈ തൊട്ട് നോക്കിയേ. ആ സ്വിച്ച് ഓൺ ആണോ? ഇനി കൊണ്ടുപോവാന്നേ. അതിനകത്തൊരു സ്വിച്ച് ഉണ്ട്. ആദ്യം തേപ്പൊട്ടി ഓൺ ആക്കാൻ കുത്തുന്നതിന് മുമ്പ് ഈ പേപ്പർ ആദ്യം പൊളിക്കണം. അങ്ങോട്ട് മാറി നിൽക്കുക, നാട്ടുകാരെ കാണിക്കുന്നത്. ഈ പേപ്പർ ആദ്യം പൊളിച്ചിട്ട് ഇങ്ങനെ അല്ല, ചൂടാകാതെ തന്നെ ഇത് പോരും. ഇത് പൊളിച്ച് കളയണം. ചൂടായ അന്നേരം ഉറപ്പായിട്ടും പൊളിച്ച് കളയണം. ഇത് പൊളിച്ച് കളഞ്ഞില്ലേ ആ പേപ്പർ അവിടെ പിടിക്കും. പിന്നെ ഇതിൻ്റെ ഈ ഓണാക്കുന്ന ഈ സാധനമുണ്ട്. ഇതിപ്പോൾ ഓണാക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ഇത് തിരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ വരും. അപ്പോൾ നമുക്കിത് കുത്തുമ്പോൾ ഒരു ലൈറ്റ് കത്തും. ലൈറ്റ് കത്തി. ഇത്രേ ഉള്ളൂ. ഇതിനുള്ളിൽ ഇത് ചൂടായി കഴിഞ്ഞു. ചൂടാകുമെന്ന് നോക്കി, ഒളിയൊന്ന് നോക്കി. ഉപയോഗിക്കുന്ന ആൾ വേണം നോക്കാൻ. ഞാൻ ഒരു സെക്കൻഡേ കുത്തിയിട്ടുള്ളൂ, ഒരു സെക്കൻഡ്. കണ്ടല്ലോ, ഇത് തൊട്ട് നോക്കി. ചൂടായോ? ഓക്കെ, അത്രേ ഉള്ളൂ. അത്രയും പെട്ടെന്ന് ചൂടാവും. പിന്നെ ഈ ടെമ്പറേച്ചർ ഇത് കണ്ടോ, ലിനൻ, കോട്ടൺ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, ഊളൻ. അതൊക്കെ നോക്കി ഒരുവിധം നോക്കി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ തുണി കരിഞ്ഞു പോകും. 2000 രൂപയുടെ ചുരിദാറൊക്കെ നിമിഷം നിന്ന് നേരത്തെ കരിയും. അത് തേപ്പൊട്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. സത്യത്തിൽ ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒന്നും തേക്കാതെ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ല, തുണിക്ക് ലാസ്റ്റ് ചെയ്യുന്നത് അത് തന്നെ. പിന്നെ ഇതൊക്കെ ഇതുണ്ട്. സിൽക്ക്, ഊളന്, കോട്ടന് അങ്ങനെയെല്ലാം എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു ടെമ്പറേച്ചറും നിങ്ങളുടെ തുണിയുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ആ കോളറിലൊക്കെ ഒന്ന് വെച്ചൊക്കെ നോക്കി അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെയൊന്നും പിടിക്കാല്ല, കോട്ടിംഗ് ഉള്ള. പക്ഷെ ഓവർ ഹീറ്റ് ആയാലും എന്തും പിടിക്കുവേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചുകൊണ്ടേയിരിക്കും. ആ ഹലോ. ആ ഹലോ ചേട്ടാ, ഞാൻ വീഡിയോ കണ്ടിട്ട് വിളിക്കണേ. സോണിയുടെ ഡെലിവറി എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? കൊറിയർ അയച്ചു തരാം. കൊറിയറിലോ? കൊറിയർ ചാർജ് എങ്ങനെയാ വരിക അതിന്? ഇത് എവിടെയാ സ്ഥലം? എവിടെയാ നമ്മുടെ? പാലക്കാട് വരുന്നത്. പാലക്കാട് എത്ര പേരോടി? അത് ഞങ്ങൾ വെയിറ്റ് ഓരോ സ്ഥലത്തിന് വ്യത്യാസമുണ്ട്. ഒരു 250 രൂപ, ആ ഒരു റേഞ്ച് 300 രൂപ ഒക്കെ വരുമായിരിക്കും അങ്ങേറ്റം. അത് എത്രയാണെന്ന് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ അയക്കുമ്പോൾ പറയാം. സെറ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ സെറ്റിൻ്റെ വില $5,990 അയച്ചാൽ മതി. നമുക്ക് 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. അല്ലെ ഞാൻ പിന്നെ കഴിവതും ഒഴിവാക്കാറുണ്ട്.
അത് കണ്ട് ഓണായി മാച്ച് സൈഡ് ചെയ്യാതെ ഞെക്കി വന്നപ്പോൾ ഓഫാക്കി അതിന് പറ്റും. സെൻസിന്റെ ടി വി ഭാര്യയുടെ വീട്ടിലെ അമ്മായിമ്മയുടെ അത് കേടായപ്പോൾ പുള്ളി കൊണ്ട് തിരുവനന്തപുരത്തോട്ട് കൊടുത്തു. അവൻ ബാക്ക് ലൈറ്റ് പോയതാന്ന് പറഞ്ഞ് 9,000 രൂപ മേടിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞു പാനൽ പോയതാന്ന് പറഞ്ഞ് 15,000 രൂപ മേടിച്ചു. അപ്പോൾ പാനൽ മാറി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വീണ്ടും വർക്ക് ചെയ്യല, ഒന്നുമില്ല. അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ തോഷിബ എന്നായി, ടിവിയുടെ പേര് മാറി, ഹൈസെൻസ് മാറി തോഷിബായി. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു പറഞ്ഞു അത് ഹൈസെൻസിന് വേണേൽ 8,000 രൂപ സോഫ്റ്റ്വെയറിൻ്റെ പൈസ കൂടെ തന്നാൽ ഹൈസെൻസ് ആക്കി തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി ചോദിക്കുമ്പോൾ ചൂടാകുന്നു. സത്യത്തിൽ ഈ മനുഷ്യൻ ഏഷ്യാനെറ്റ് ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. ഒരു നല്ല ന്യൂസം കൊടുത്താൽ ഇവൻ്റെ പരിപാടി കൂട്ടും. പറയാൻ മനസ്സിലായില്ല. പുള്ളി പറയാതെ ഞാൻ ഏഷ്യാനെറ്റ് വർക്ക് ചെയ്യുന്ന ആളാണ്, എന്നിട്ട് ഞാനൊന്നും മിണ്ടാതെ ഇവൻ പറയുമ്പോഴേ ഞാൻ കേട്ട് ക്ഷമയോടെ സഹിച്ചു. ഇപ്പോൾ കുടുംബകലമായിരിക്കുകയാണ്. ഭാര്യ എന്നോട് പണങ്ങി ആ പ്രശ്നത്തിലാണ്. അമ്മായിമാരുടെ ടി വി കൊണ്ടുപോയിട്ട് എവിടെയോ നല്ല സ്ഥലത്ത് കൊണ്ട് നന്നാക്കിച്ച് മൊത്തം കുളമാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പറയുന്ന മനുഷ്യനോട് പിന്നെ ഞാൻ എന്നാ പറയുന്നത്? അത്രേ ഉള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. സാറ് അത് അവനൊരു 2 or 3 എടുത്തോട്ടെ, ബാക്കി പൈസ കിട്ടുമെങ്കിൽ ആ ടി വി അവന് കൊടുത്തേരെ, ആ കാശ് തിരിച്ചു മേടിച്ചോളാനാണ് ഞാൻ പറഞ്ഞത്. അതവൻ തയ്യാറല്ലെന്ന് പറഞ്ഞ മനസ്സിലായത്. അപ്പൊ പുള്ളിയുടെ ഒരു സങ്കടം പറയുന്നത് ഞാൻ കേൾക്കണ്ടേ, എനിക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്താ. അത് അമ്മായിമ്മയുടെ ടി വി ചെയ്ത് കൊടുക്കും. അവൻ വന്ന് പ്രശ്നമാക്കിയതാന്ന് പറയും. എന്തിനാ നമ്മൾ ഇതിന് പോകുന്നത് എന്നിട്ടുള്ള എല്ലാവരും കൂടെ എന്നെ പൊങ്കാലിടാൻ. അതെ അതെ അതെ, എന്തെല്ലാം തെറിയ ഇടുന്നറിയോ. അതെ അതെ, ഞങ്ങൾ സമാധാനത്തിൽ. അതെ അല്ല, എനിക്ക് യൂട്യൂബ് വീഡിയോ പണ്ട് തൊട്ടുള്ള 3 വർഷമായിട്ടുള്ള. അതിനകത്ത് ഞാൻ എൻ്റെ മുഖം കാണിക്കാതെ, ഞാൻ ആരാണെന്ന് പറയാതെ ചെയ്തുകൊണ്ടിരുന്നത്. സോണി ന്യൂ ടിപ്സ് മലയാളം എന്നാണ് അതിൻ്റെ പേര്. അത്യാവശ്യം വരുമാനമുള്ള നല്ലൊരു ചാനലാണ്. അതിനകത്ത് സർവീസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ചാനൽ ഞാൻ എൻ്റെ മുഖമൊന്നും ഇടാതെ ഒരു പ്രാവിൻ്റെ പടമൊക്കെ ഇട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വിഷയമില്ലായിരുന്നു, നമ്മളാരാന്ന് അറിയത്തില്ലല്ലോ. ഇത് മുഖം കാണിച്ചിട്ടതാണ് വിഷയം കാണിച്ചത്. അതെ അതെ അതെ. പണ്ട് ഞാൻ ഈ കടയിൽ വന്നിട്ടുണ്ട് നേരത്തെ, നേരത്തെ ഫ്രിഡ്ജ് ഇതെല്ലാം ഉള്ള സമയത്ത്. എനിക്ക് ആ പഴയ ചാനലിലെ ഇന്നലെ ഒരാളൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നു. അയാൾ ഏത് ഭാഷയാണെന്ന് എനിക്കറിയത്തില്ല. സോണിയുടെ ഒരു സൗണ്ട് ബാറും സബ്വൂഫറും തമ്മിൽ കണക്റ്റ് ആകെ വന്നാൽ ഇത് റീകണക്ട് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനുണ്ട്. ആ സൊല്യൂഷൻ ഞാനും ഏത് രാജ്യത്താണെങ്കിലും അവർക്ക് അവരുടെ ഭാഷ കാണാം. അയാളത് കണ്ടിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ ഏത് രാജ്യക്കാരനാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിങ്ങളുടെ ഈ വീഡിയോ എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. അയാളുടെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഞാനത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താണ് വായിച്ചത്. അപ്പോൾ നമ്മൾ കാരണം ഇൻ്റർനാഷണൽ ലെവലിലെ ആൾക്കാർക്ക് ഉപകാരം കിട്ടുന്നുണ്ട്. മനസ്സിലായി, അതേ പറഞ്ഞു. അപ്പോൾ അത് കാണുമ്പോൾ അതാണ് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കാത്ത അത്ര വരുമാനം അതിനകത്ത് നിന്ന് വരും. അത് കൂടാതെ ഇത് യൂട്യൂബ് ഉണ്ടോ? ഒരു യൂട്യൂബൊക്കെ തുടങ്ങാൻ മേലായിരുന്നോ? നിങ്ങളെപ്പോലെയുള്ള പയ്യന്മാരൊക്കെ എത്ര രൂപ ഉണ്ടാക്കുന്നറിയോ യൂട്യൂബിൽ നിന്ന്? എന്തെങ്കിലും കഴിവുണ്ടോ? പാട്ട് പാടുവോ, ഡാൻസ് കളിക്കുവോ? വരയിട്ടാൽ മതി. വര ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ. നീ വരയ്ക്കുന്നതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഡ്രോയിങ് നീ യൂട്യൂബ് വീഡിയോ പിടിക്കുക, എന്നിട്ട് അത് സ്പീഡ് ഇട്ടാൽ മതി. എന്നുവെച്ചാൽ ബോറടിക്കാതിരിക്കാൻ സ്പീഡ് ചെയ്തിട്ട് യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ മിടുക്കനാവും. ഇടയ്ക്ക് വരുന്ന വീട്ടിലെ കാര്യങ്ങളും എല്ലാം പറയുക. പറഞ്ഞ മനസ്സിലായി. നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരാവും. ഈ സെലിബ്രിറ്റികളെല്ലാം അവർ ശരിക്കും ആസ്വദിക്കുന്നത് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എന്നെ ഒത്തിരി പേര് തിരിച്ചറിഞ്ഞിട്ട് ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ ഒന്നാണ്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ അറിയപ്പെട്ട് തുടങ്ങിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? മോഹൻലാലിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? മമ്മൂട്ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അറിഞ്ഞാൽ എത്ര ആരാധകരാണ് വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം ഞാനൊരു മമ്മൂട്ടിയുടെ ഒരു ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് പോയി. എൻ്റെ ഒരു ഫ്രണ്ട് അവനകത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മമ്മൂട്ടിയുടെ കാരാവാൻ താഴെ കിടക്കുക. സോൻജായ, ആ 2 കുട്ടികളോട് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ മുഖം പോയി. ഈ കുട്ടിയോടും കൂടി പറ ഒരു യൂട്യൂബ് ചാനൽ ഇവനോട്. നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും കേട്ടോ. നീ ഒരു യൂട്യൂബ് ചാനൽ, നീ സഹ്യാദ്രിയുടെ കാര്യങ്ങളും ഒക്കെ. സഹ്യാദ്രി അല്ലോ നിങ്ങളുടെ എന്നാ എൻ്റെ പേര് പറഞ്ഞ്? അവിടുന്ന് പറഞ്ഞു വിടുവോ അവനെ? നാഗാർജുനയുടെ ഗുണമൊക്കെ പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. നിന്റെ ഗുണം ഇടയ്ക്ക് പറഞ്ഞു, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ട്രാവലിംഗ് അതൊക്കെ ഇട്ട്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. യൂട്യൂബിലെ മുഖം പോയേ ഇത്രയും നാൾ ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് എന്നോട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞില്ല. കൊച്ചിനോട് പറയുന്നു, എന്നെ മൈൻഡ് ചെയ്ത്. അതല്ലടാ, ഞാൻ ഒരു
ഒരു ഹോം തിയേറ്ററിൻ്റെ പകരക്കാരൻ എന്ന് പറഞ്ഞ് ഈ ആംപ്ലിഫയർ കാണിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഇവിടെ ഇരുന്ന് ഞാൻ ചെയ്ത വീഡിയോ അത് 7 ലക്ഷം പേര് കണ്ടു. അപ്പോൾ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 7 ലക്ഷം പേര് കണ്ടിരിക്കുന്നു. ഇത് എന്നാ ഞാൻ കാണിച്ചിട്ടാ 7 ലക്ഷം പേര് കണ്ടെന്നറിയാം. ഞാൻ തന്നെ എൻ്റെ വീഡിയോ ഇട്ട് ഇന്നലെ കണ്ടു. പറഞ്ഞ മനസ്സിലായി ഞാൻ ഭയങ്കര അങ്ങനെയല്ല, മണിക്കൂറിനാ. നമ്മുടെ ഇപ്പം 31 മിനിറ്റാണ്. ഒരാൾ ഫുള്ള് കണ്ടാൽ 31 മിനിറ്റ് നമുക്ക് ഓടുകയുള്ളൂ. ഈ 31 മിനിറ്റിൽ 4-5 പരസ്യങ്ങൾ വരും. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ട യൂട്യൂബിൽ വഴി നമുക്ക് കിട്ടുന്ന പ്രശസ്തി അത് കാശ് കൊടുത്താൽ ഒരിക്കലും കിട്ടുന്നതല്ല. പിന്നെ യൂട്യൂബ് വഴി ആൾക്കാർ നമ്മളെ വിളിക്കുക, നമുക്ക് ബിസിനസ് വരിക. ഇപ്പം സാറും യൂട്യൂബ് കണ്ടിട്ടല്ല വന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ വീട്ടിലിരുന്നാൽ മതി. യൂട്യൂബ് ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നാൽ മതി, ഏത് ബിസിനസ്സും ചെയ്യാം. കടയായിട്ടൊന്നും ഇവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വന്ന് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ചെയ്യാനൊക്കെ അറിയാമല്ലോ അല്ലേ? തുടങ്ങാൻ അറിയാമോ? ഒരു അക്കൗണ്ട് അടിക്കുക, സാധനം ഒന്നും നോക്കണ്ട, അങ്ങ് തുടങ്ങി വെക്കുക. ഇനിയിപ്പം നാളെ ഷിൻസ് മറ്റേ അന്റാർട്ടിക്കയിൽ പോയ എറണാകുളംകാരൻ പുള്ളി തേരാപ്പാര എന്ന് പറഞ്ഞൊരു ചെറുതായിട്ട് ഒരു സൈക്കിളുകളുടെ ജോലിക്കാരനായിരുന്നപ്പോൾ തുടങ്ങിയതാ. ഇന്നവനാരാ പറഞ്ഞ മനസ്സിലായില്ലേ? അന്ന് വെറും സൈക്കിളുകളുടെ ജോലിക്കാരായിരുന്നപ്പോൾ സൈക്കിളെ ചവിട്ടി പോകുമ്പോൾ തേരാപ്പാര എറണാകുളത്തൂടെ തെണ്ടി നടക്കുന്ന വീഡിയോ എടുത്തിട്ടതാ പുള്ളി. അപ്പം നമ്മളത് ഉപയോഗിക്കാന്നുള്ളൂ. ആൾക്കാർക്ക് ഇതൊക്കെയല്ലേ കാണാം. അപ്പം ഇവരുടെ പരിപാടി കഴിഞ്ഞു, ഉള്ളത്തെ ആള് വന്നു. അതെ ഓക്കെ ചേട്ടാ. പേരെങ്ങനെയാ? ബിനീഷ് എക്സ് തിരിച്ച് റിട്ടേൺ ഗൾഫിൽ നിന്ന്. ഏത് രാജ്യത്തായിരുന്നു? ദുബായ് നല്ല രാജ്യം. ഇവരടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളുടെ ചാനൽ ഏതാന്ന് പറഞ്ഞു തരണേ. രണ്ടുപേരും 2 ചാനലായിട്ട് തുടങ്ങിക്കോ. അല്ലെ നിങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ച് തുടങ്ങിക്കും. ഒന്നിച്ച് തുടങ്ങിയാലും പക്ഷെ കുഴപ്പമുണ്ട്, റവന്യൂ വരുമ്പോൾ അടിയുണ്ടാവില്ല. അതെ 50-50. ഇനി ഒരു പെട്രോൾ വണ്ടി ചുമ്മാ ഓടിച്ചോളാൻ പറഞ്ഞ് എൻ്റെ തന്നാലും ഞാൻ ഓടിക്കാം. അത്രയും വ്യത്യാസം. കാരണം എനിക്ക് വെൻഡോ ഉണ്ടായിരുന്നു. ഇതും എനിക്ക് ആദ്യം എങ്ങനെ ആവുമെന്ന് പേടി. കാരണം ആൾക്കാർ പേടിപ്പീരാണല്ലോ. കാരണം ഞാൻ വെൻഡോ വിൽക്കാതെ 1 വർഷം കീപ്പ് ചെയ്തു. 1 വർഷം കീപ്പ് ചെയ്തതിന് ഇടയ്ക്ക് ഞാൻ 1 പ്രാവശ്യം എറണാകുളത്തിന് പോയി. 1 പ്രാവശ്യം പോയുള്ളൂ. 1 പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി വിറ്റാരെ, ഇനി ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടാണ്. ഗിയർ മാറണം, ക്ലച്ച് ഓട്ടണം, മറ്റേ കയറണം. ട്രാഫിക്കിൽ കിടക്കുമ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ട് സുഖമായിട്ടിരിക്കുകയല്ലേ. കാരണം നമ്മൾ ഓളയും കൊണ്ടുള്ള കൂട്ടുന്ന പോലെയല്ലേ ഉള്ളൂ. വേണം കാലെടുത്ത് അവിടെ നിന്ന് ഓട്ടോ ഹോൾഡാ. കാലിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ കയറി പോകുന്ന വണ്ടിയാണെങ്കിൽ കാലെടുത്ത് അവിടെ വയ്ക്കും. 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാല. പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്നെ സുഖം തരുമോ? യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇവൻ ഓടിക്കും. പറഞ്ഞ് മനസ്സിലായില്ലേ? പിള്ളേർ ഓടിക്കും. ആ ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെൻറ്റും ഉണ്ട്, ഹിൽ ഹോൾഡും ഉണ്ട്. അത്ര നല്ല സാധനമാണ്. ഇനിയിപ്പം നമുക്ക് മറ്റേ വണ്ടി ഓടിക്കാൻ, മറ്റേതൊക്കെ ക്ലച്ച് താങ്ങിയൊക്കെ പലയിടത്തും കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ചില സമയത്ത്. അതെ അങ്ങനെ വന്ന് മൈലേജ് കിട്ടിയില്ല. മൈലേജും ഇല്ല. വെൻഡോ എനിക്ക് തോന്നുന്നു അതൊരു 13 കിലോമീറ്റർ മൈലേജ് ഉള്ളായിരുന്നു. 13 കിലോമീറ്റർ പെട്രോൾ, 5000 രൂപയ്ക്കൊക്കെ പെട്രോൾ ഉണ്ട് അടിക്കും. ഭയങ്കര നഷ്ടമാണ്. അല്ല, അപ്പം ഞങ്ങൾ ഇന്ന് വന്ന വഴി ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ഫ്രണ്ടിൽ ഇന്നോവ പോകുന്നു. ഇവനൊക്കെ ഈ വണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു? കാരണം ഇതിന് 12 കിലോമീറ്റർ കാരണം മൈലേജേ ഉള്ളൂ. ഇന്നലെ തന്നെ നമ്മൾ 100 കിലോമീറ്റർ ഓടി. 100 കിലോമീറ്റർ ഇന്നോവ ഓടണമെന്നുണ്ട് 1200 രൂപ ആവും. അപ്പം അവർ ലക്ഷറി ആയിട്ട് സൂചിച്ച് കഴിയുന്നതായിരിക്കും എന്ന് ഇവള് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ സൂചിച്ചിട്ട് കാര്യമുണ്ടോ? ഇലക്ട്രിക് വണ്ടി ഇനി ഒരു 5 വർഷത്തിനാവും നിറയും. ഇപ്പൊ ഇഷ്ടം പോലെ ചാർജിങ് സ്റ്റേഷനായി. ഒരു ബുദ്ധിമുട്ടില്ല. എവിടെ ചെന്നാലും ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ബാറ്ററി 20 കൊല്ലം നിൽക്കും. ലിഥിയം ബാറ്ററിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ 20 വർഷം നിൽക്കും. ലൈഫ് ലോങ് വാറണ്ടി ഉണ്ട്. ലൈഫ് ലോങ് വാറണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് ഒരു 20 കൊല്ലത്തിൽ കൂടുതൽ ആരെങ്കിലും ഉപയോഗിക്കൂടെ? അതാണ് ലൈഫ് ലോങ്. ഇതിന് 8 വർഷം വാറണ്ടിയാ. 8 വർഷം ബാറ്ററിക്ക്. ഇത് ഞാൻ ലിഥിയം ബാറ്ററി ഉണ്ടാക്കുന്നുണ്ട്, എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഇത് അറിയാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള BMS ഒക്കെ കംപ്ലൈൻറ്റ് വരുള്ളൂ. BMS അതിൻ്റെ കണക്റ്റേഴ്സ് ഒക്കെ കംപ്ലൈൻറ്റ് വരുള്ളൂ. സെല്ലിനൊരു കുഴപ്പവും വരികയില്ല. ഇപ്പം നമുക്ക് ഇത് റിപ്പയർ ചെയ്യുന്ന സെൻറ്ററുകൾ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ബാറ്ററി സെല്ല് സർവീസ് ചെയ്യുന്ന സ്ഥലം തുടങ്ങിയിട്ടുണ്ട്. അവിടെ കൊണ്ടു കൊടുത്ത് നമുക്ക് ബാറ്ററി സർവീസ് ചെയ്തെടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നും വരും. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ആളുടെ സംവിധാനമായിട്ടുണ്ട് ഇവിടെ. ഒന്നും സംവിധാനം വേണ്ട. ഇത് അഴിച്ചെടുക്കാനുള്ള കഴിവ്.
അഴിച്ചെടുത്ത് പുറത്തെടുത്ത് എവിടെയാ ലൈൻ പോയിരിക്കുന്നു നോക്കുക, BMS കംപ്ലൈൻറ്റ് ഉണ്ട്, പുതിയ BMS കയറ്റി വെക്കുക. അഥവാ അതിന് BMS ഇല്ല, ചൈനയ്ക്ക് അയച്ചു കൊടുത്താൽ അവന്മാർ ആ BMS അന്നേരം അയച്ചു തരില്ല. എല്ലാ സാധനം കിട്ടും. അല്ല, മറ്റേ സിലിണ്ടർ ബാറ്ററിയാ. ഇതൊരു പായ്ക്ക് അടി കൊണ്ട് മുറുക്കിയിരിക്കുക. അതിന് 5-8 സ്ക്രൂ ഉണ്ട്. സ്ക്രൂ അടിച്ച് കഴിഞ്ഞാൽ ഊരി ഇഞ്ഞെടുക്കും. ഇത്ര നേരെ താഴോട്ട് എടുക്കുക. എന്നിട്ട് ആ കുത്തുന്ന വയർ ഊരി എടുത്താൽ മതി. വളരെ സിമ്പിൾ. പറ്റും. ഓരോ സെല്ലായിട്ട് മാറാം. ആ, മാത്രം മാറ്റിയാൽ മതി. പുതിയ ഇട്ടാൽ മതി. അല്ലാതെ ഇവർ പറയുന്ന പോലെ 6 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപ ഒന്നും മാറണ്ട. നമ്മൾ എഞ്ചിൻ പണിയുന്ന പോലെ, എഞ്ചിന്റെ സിലിണ്ടർ മാറുന്ന പോലെ അതിന്റെ പകുതി പൈസ ആവില്ല. ഇത് അങ്ങനെ ഓപ്ഷൻ ആയി. ഓൾറെഡി കേരളത്തിലായി. ഒന്ന് ഓളിയും കുറച്ച് വെച്ച മോനെ, ഓളിയും കുറച്ച് വെച്ച് കട്ട് ചെയ്ത്. ഉണ്ട്, വന്നു കഴിഞ്ഞു. ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇല്ല, അതെന്ന് പറഞ്ഞാല് അങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ട ആരെങ്കിലും റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ? ആരും ചെയ്തിട്ടില്ല. ആർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 8 വർഷം വണ്ടിക്ക് വാറണ്ടി ഉണ്ട്. 8 വർഷം ബാറ്ററിക്ക് ഓൾറെഡി വാറണ്ടി ഉണ്ട്. എനിക്ക് 3 കൊല്ലം ആയതേ ഉള്ളൂ. 3 വർഷത്തിനുള്ളിൽ. ഓക്കെ, എന്നാ ശരി. ഓക്കെ, താങ്ക് യു. അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ, സ്റ്റുഡിയോ കയറിയോ? പുതിയത് തുടങ്ങിയതാ. ഇത് സ്റ്റുഡിയോ. ഇത് പിന്നെ ഇത് മറ്റേ കോയമ്പത്തൂരുള്ള ഒരു കമ്പനിയുടെ 350 രൂപ ഉള്ളൂ. അല്ല, നമ്മുടെ ചാനലിൽ ഇടുമ്പോഴേ ഇവരാദ്യം പരസ്യത്തിന് വരുന്ന കാണാം. അല്ല, ഇത് ഞാൻ അവരുടെ എല്ലാ കളറും മേടിച്ചിട്ടുണ്ട്. പിന്നെ പാന്റ് സ്റ്റുഡിയോയുടെ ഇത് തന്നെ സുഖമാണെന്ന് ചെയ്തിട്ടുണ്ട്. ഇതിനാണ് 590 രൂപയുള്ളൂ. ഇവർക്ക് പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ഇവര് വളർന്നുകൊണ്ടിരിക്കുവല്ലേ. ഇവർക്ക് ഒരു കൂടിപ്പോയാലും 1 വർഷം അതിനുള്ളിൽ അത് വലിച്ചെറിയും. അന്നേരം വില കുറഞ്ഞ സാധനം, വില കുറഞ്ഞാണേലും മോഡേണാ, അടിപൊളി സാധനം. അത് ടാറ്റാടെ. ഓക്കെ, ശരി. ഓക്കെ, ഓക്കെ. നമ്മുടെ കട കാഞ്ഞിരപ്പള്ളിയിലാണ്. കോട്ടയം ജില്ലയിലുള്ള കാഞ്ഞിരപ്പള്ളി. പൊൻകുന്നത്തിനും എരുമേലിക്കും ഈരാറ്റുപേട്ടയ്ക്കും പാലായ്ക്കും ഒക്കെ അടുത്തുള്ള കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ വെറുതെ കാണാതെ ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്ത് അത് നോട്ടിഫിക്കേഷൻ വെക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദി. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.